കൽക്കി 2898 AD. മസ്റ്റ് വാച്ച് പടം. എല്ലാവരും എത്രയും പെട്ടെന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഹ്യൂജ് കാസ്റ്റിങ്ങും ഹ്യൂജ് ലെവൽ മേക്കിങ്ങും നെക്സ്റ്റ് ലെവൽ ഇന്ത്യൻ സിനിമയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ നിങ്ങൾ കണ്ട ഇന്ത്യൻ സിനിമകളൊക്കെ മറന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒറ്റ സിനിമ നിങ്ങൾ പറയുള്ളൂ, അത് കൽക്കിയാണ്. കാരണം അന്യായ മേക്കിംഗ് ആണ്. മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേവരെ ഒരു ഇന്ത്യൻ സിനിമ ഇത്ര ഇതിൽ മേക്ക് ചെയ്തിട്ട് വന്നിട്ടില്ല. ഇത് ഏറ്റവും ഫസ്റ്റത്തെ ഇന്ത്യൻ സിനിമയാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു അഭിമാനം ഉണ്ട് എനിക്ക്. പിന്നെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡയറക്ടറിൻ്റെ ഏറ്റവും വലിയ കരിയർ ബെസ്റ്റ് പടമാണ്. മൊത്തത്തിൽ നെക്സ്റ്റ് ലെവൽ ഇന്ത്യൻ സിനിമ, അതാണ് കൽക്കി. പടത്തിൻ്റേതായിട്ടുള്ള കുറച്ച് നെഗറ്റീവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ ഹോളിവുഡ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമകളിൽ പല സിനിമകളിലെ റെഫറൻസും തോന്നാം. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കിയിട്ട് എടുക്കേണ്ട. കാരണം നമുക്ക് അഭിമാനം കൊള്ളാവുന്ന കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിൽ ലാഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ ഒരു നാടും ആ ഒരു നാട്ടിലത്തെ സാഹചര്യങ്ങൾ, പിന്നെ അവിടുത്തെ വണ്ടികൾ, അവിടുത്തെ യന്ത്രങ്ങൾ, തോക്കുകൾ, അങ്ങനെ പല പല സാധനങ്ങളും നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്ന രീതിയിലാണ് ഈ ഒരു അങ്ങനത്തെ രീതിയിലാണ് ഈ പടം പോണത്, ഫസ്റ്റ് ഹാഫ് എന്ന് പറയണത്. പിന്നെ എന്ന് പറയുമ്പോൾ ചെറിയതൊന്നല്ല, നല്ല രീതിയിലുള്ള ചളികൾ ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒരു ലാഗ് ഫീൽ ചെയ്യാൻ തോന്നാം. കാരണം പടം 3 മണിക്കൂറുണ്ട്. പിന്നെ അത് കഴിയും ഇൻ്റർവെല്ല് ആവണതിന് തൊട്ട് മുമ്പ് ഇൻ്റർവെൽ ആവണ സീനുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ക്ലൈമാക്സ് വരെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ പടം എന്ന് പറഞ്ഞാൽ അന്യായ പടം. പെട്ടപ്പെട്ട സീനുകളുണ്ട് പടത്തിൽ. രോമം അങ്ങനെ ഏച്ചേക്കുന്ന സീനുണ്ട്. ഇൻ്റർവെല്ലിൽ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പടം ഒരു കയറ്റം, അങ്ങനെ ഒരു കയറ്റം നല്ല ഒരു പോക്ക പോകും. പിന്നെ പടം പിന്നെ നിങ്ങൾ ചിന്തിക്കണം, അതിൻ്റെ അപ്പുറത്തേക്കുള്ള കുറച്ച് സംഭവങ്ങൾ എഴുതി തരും. ഞാൻ ഫാമിലി ആയിട്ടാണ് പോയത്. ഞാൻ വിചാരിച്ച ഫാമിലിക്കൊന്നും ഇഷ്ടാവില്ല എന്നാണ്. കാരണം സയൻസ് ഫിക്ഷൻ അഡ്വഞ്ചർ ത്രില്ലറാണ് ഈ സിനിമ. ഇങ്ങനത്തെ ഒരു ജോണർ ഞാൻ വീട്ടുകാരായിട്ട് പോകാറില്ല. ഞാൻ വിചാരിച്ച അവർക്ക് ഇഷ്ടാവില്ല എന്ന്. പക്ഷേ അവർക്ക് ഇഷ്ടമായി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം സയൻസ് ഫിക്ഷൻ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കഥയിലേക്ക് നമ്മുടെ മഹാഭാരതം കൊളോബ് ചെയ്ത് കൊണ്ടുവന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാലഘട്ടത്തിൽ മഹാഭാരതത്തിൻ്റെ കുറച്ച് സംഭവങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സിനിമ. മഹാഭാരതത്തിൽ കയറ്റിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൽ പക്കയായിട്ട് സിങ്കായി കൊണ്ട്. അത് ഡയറക്ടറിൻ്റെ കഴിവാണ്. കാരണം ഈ സിനിമ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് കാണാൻ ഞാൻ പറയണത്, ഇതിൽ മഹാഭാരതത്തിൻ്റെ സീനുകൾ മാത്രം കാണിക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് സിനിമ പോയി കാണാം. അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഹാഭാരതത്തിൻ്റെ ഒരു ചെറിയൊരു പൊടി മാത്രം ആൾ എടുത്തിട്ടുള്ളൂ. ആ ഒരു പൊടി വെച്ചിട്ട് ആൾ ഇങ്ങനെ വാരി എറിഞ്ഞുണ്ട് സിനിമ മൊത്തം. ഒരു സീനുണ്ട് ഈ പടത്തിൽ. ആ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിൻ്റെ അടി തൊട്ട് തലവരെ ഇങ്ങനെ തരിച്ച് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഓളിടും. ആ സീനിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പടം കാണാം. ആ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നുകൂടി പോയി കാണണമെന്നുണ്ട്. ഇത് നെക്സ്റ്റ് ലെവൽ പടമാണ്. പടത്തിന് ഞാൻ പറഞ്ഞല്ലോ, പടത്തിന് നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് സൈഡ് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നെഗറ്റീവ് സൈഡ് ഉണ്ട്. എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമ ഈ ഒരു ലെവലിലേക്ക് വന്നതിന് എനിക്ക് പ്രൗഡ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണണം. കാരണം ഇതൊരു പ്രഭാസിൻ്റെ മാത്രമായിട്ടുള്ളൊരു പടമല്ല. പ്രഭാസൻ മാത്രം പറയാൻ പറ്റില്ല. കുറേ വലിയ വലിയ കാസ്റ്റ് ഇതിൽ കൊണ്ടുവന്നുണ്ട്. ഇപ്പം ഞാൻ എടുത്ത് പറയണില്ല ആരാന്നൊക്കെയാണ്. പക്ഷെ പ്രഭാസിന് മാത്രമായിട്ടുള്ള ഒരു കഥയല്ല ഇത്. സ്ക്രീൻ പ്രസൻസ് പ്രഭാസ് ഉണ്ടെങ്കിൽ പോലും ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ ഞാനിങ്ങനെ ആകാംക്ഷയിൽ ഇയാളുടെ സീൻ വരണം എന്ന് വിചാരിച്ചത് നമ്മുടെ ബിഗ് ബിയാണ്. അമിതാഭ് ബച്ചൻ്റെ സീനാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു തുടങ്ങുന്നത്. കാരണം ആൾ അന്യായ പെർഫോമൻസും അതിൻ്റെ ആൾ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എന്ന് പറയുമ്പോൾ കമൽഹാസന് സീനോട് കുറച്ചുള്ളൂ. കാരണം കമൽഹാസന് ഇനി സീനോട് എടുക്കാണ്. ഇനി ഈ പടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തുടക്കമായിട്ടുള്ളൂ. ഞാൻ കൂടുതലൊന്നും പറയാനില്ല, സ്പോയിലറാവും.
അപ്പോൾ ഫാമിലിക്കും അതേപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ മാക്സിമം എല്ലാവരും പോയി പടം കാണാം, തിയേറ്ററിൽ പോയി പടം കാണാം. ഇപ്പോൾ ഭയങ്കര റെക്കോർഡ് അതിൻ്റെ പടം. അപ്പോൾ മാക്സിമം എല്ലാവരും പോയി കാണാം, അഭിപ്രായം രേഖപ്പെടുത്താം. നമ്മളെ ഈ ഒരു ഇന്ത്യൻ സിനിമേനെ അങ്ങോട്ട് ഉയർത്താനായിട്ട് ശ്രമിക്കുക. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതേ ടൈപ്പ് സിനിമകൾ കാണാനുള്ള ഓഡിയൻസ് ഉണ്ടായിരിക്കും. അതിനൊരു തുടക്കമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആൾക്കാരും സപ്പോർട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പോയി കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ.